നമസ്കാരം. എല്ലാവരെയും പോലെ തന്നെ എനിക്കും ചെടികളൊക്കെ ഇഷ്ടമാണ്. വൈകുന്നേരം ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം ഈ ഒരു ഗാർഡനിങ് പരിപാടിയായിട്ടൊക്കെ ചെറിയൊരു ഗാർഡൻ അതിൻ്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഞാനും സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ ഒരു ഗാർഡൻ പരിപാടി ചെറിയ ചെടിയൊക്കെ പുല്ലൊക്കെ കട്ട് ചെയ്യുക, അവിടെയൊക്കെ തൂത്തുവാരി ക്ലീൻ ചെയ്യുക, ഒക്കെ കഴുകി ഇടുക, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. ഈ കൃഷി ചെയ്യുന്ന എല്ലാവരുടെയും ഒരേ ഒരു പോലെ പറയുന്നൊരു കാര്യമാണ് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നു എന്നുള്ളത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ആകെ എല്ലാ ചെടികൾക്കും ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് ഉള്ളത്. അപ്പോൾ ആ ചെടികളുടെ കൂടെ നിൽക്കുമ്പോഴും അവരെ തൊടുകയും ആ ഒരു മണ്ണുമായിട്ടൊക്കെ നമ്മൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈബ്രേഷൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും നമുക്കൊരു ഹാപ്പിനെസ്, ഒരു കാം നേച്ചർ, ഒരു കാമായിട്ടുള്ളൊരു ഫീലിംഗ്, അത് എസ്പെഷ്യലി വൈകുന്നേര സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെയിലൊന്നുമില്ല, ഒരു നല്ലൊരു ഇളം കാറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു നല്ല ക്ലൈമറ്റ്, നല്ലൊരു അന്തരീക്ഷവും കൂടെയാണ്. ആ സമയത്ത് നമ്മൾ കുറച്ച് നേരം ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു എനർജി, ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടാറുണ്ട്. ഒരു വീടായി കഴിഞ്ഞാൽ ഒരു 2 ചെടിയെങ്കിലും വേണം എന്നാണ്. അപ്പോൾ ഈവൻ ഫ്ലാറ്റിലാണെങ്കിൽ പോലും ബാൽക്കണിയിലൊക്കെ തന്നെ എല്ലാവരും ഇപ്പോൾ വെക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാവർക്കും ബാൽക്കണിയിലായാലും 2 ചെടിച്ചട്ടിയൊക്കെ വെച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പുല്ലൊക്കെ വെട്ടി അവിടെയൊക്കെ തൂത്തൊക്കെ വാരി ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം നീറ്റായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തി തോന്നുന്നു. അപ്പോൾ ഈ പുല്ലിൻ്റെയൊക്കെ ഇപ്പം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗ്രാസ് സിസ്റ്റമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു നാച്ചുറൽ ചെടി വളർന്ന് അതിനെയൊന്ന് ഒക്കെ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇരുന്ന് നമ്മളൊന്ന് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രസമാണ്. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും ജലവും അഗ്നിയും വായു ഒക്കെ നമ്മുടെ ദൈവമാണ്. നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന വിസിബിളായിട്ടുള്ള ഗോഡ്സാണ് അവരൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ ആ ഓക്സിജൻ ആണ്. നമ്മൾ ശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയുന്നത്. ആ ഓക്സിജൻ തരുന്നത് ഈ ചെടികളാണ്. അപ്പോൾ ചെടികൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവമാണ്. നമ്മളവരെ എന്താ പറയുക, ദൈവമായിട്ട് കാണേണ്ടവരാണ്. അപ്പോൾ നമ്മൾ ആ ചെടികൾക്ക് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക, ചെടിയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദൈവത്തിന് എന്താ പറയുക, ഒരു അമ്പലത്തിൽ പൂജ ചെയ്യണതിന് തുല്യമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ സൂര്യനും ചന്ദ്രനും വായുവും വെള്ളവും എല്ലാവരും കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റുന്നത്. ഇതിൽ ഒരാൾ പണി തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിലെ ജീവിതം പ്രയാസമാണ്, അല്ലേ? ഇപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ എത്ര നമ്മൾ എന്തെല്ലാം ഭക്ഷണം ഉണ്ടെങ്കിലും നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളത്തിന് വെള്ളം തന്നെ വേണം. അതുപോലെ വെയിലിന് വെയിൽ തന്നെ വേണം. കാറ്റിന് ശ്വാസം, എന്തൊക്കെ നമ്മൾ ഒരു റൂമിൽ നമുക്ക് നിറയെ സ്വർണവും പണവും ഭക്ഷണവും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് അടച്ചിരിക്കുകയാണ്, അതിൻ്റെ അകത്ത് ഓക്സിജൻ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട, ഒന്ന് പുറത്തിറങ്ങുന്ന ശ്വാസം എടുത്താൽ മതി എന്ന് തോന്നും, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓക്സിജൻ ആയാലും എയർ ആയാലും വാട്ടർ ആയാലും ഫുഡായാലും അതുപോലെ വെയിലായാലും ചൂടായാലും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും നമ്മുടെ ദൈവമാണ്. നമ്മൾ ഇവരെ എപ്പോഴും ഡെയിലി റെസ്പെക്റ്റ് ചെയ്യേണ്ട ഇതുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനായിട്ട് നമ്മൾ പൂജാമുറിയിൽ നമ്മളിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വേൾഡിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു പൂജാമുറി, പ്രാർത്ഥന, അങ്ങനെയൊക്കെ കാര്യങ്ങൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പക്ഷേ ഒരു പൂജാമുറി പോലും ഒരാളുടെ പോലെ ആയിരിക്കില്ല വേറൊരാളുടെ, ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? ഓരോരുത്തരുടെ പൂജാമുറി ഫോട്ടോ എടുത്തിട്ട് ഒന്ന് കൊളേജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അവിടെ എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ, വിളക്ക് പോലും ഓരോരുത്തരുടെ ഡിഫറൻസ്. ചിലർക്ക് വലിയ വിളക്കായിരിക്കും, ചിലർക്ക് മൺവിളക്കായിരിക്കും, ചിലർക്ക് സ്വർണ്ണത്തിൻ്റെ വിളക്കായിരിക്കും, വെള്ളിയുടെ വിളക്കായിരിക്കും, ബ്രാസിൻ്റെ വിളക്കായിരിക്കും, പലതും വ്യത്യാസമായിരിക്കും. അതിൻ്റെ ഷേപ്പ്, സൈസ്, കളറ്, മെറ്റീരിയൽ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അഗ്നി ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അതുപോലെ ജലം, ഒരു ഗ്ലാസ്സിൽ, അത് ചിലപ്പോൾ ചിലർ മറ്റേ കിണ്ടിയിലായിരിക്കും വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലർ ഗ്ലാസ്സിലായിരിക്കും, ചിലർ പഞ്ചപാത്രം, അങ്ങനെ പല ഇതിലായിരിക്കും വെച്ചിരിക്കുന്നത്, ചിലർ മൺകുടത്തിലായിരിക്കും. എന്തിനായാലും അവിടെ വെള്ളമുണ്ടോ, വെള്ളം എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഉണ്ടോ? അപ്പോൾ അഗ്നി, വെള്ളം, അതുപോലെ ചന്ദനത്തിരി എന്ന് പറയുമ്പോൾ നല്ല ഒരു പുക, അല്ലെങ്കിൽ മണമുള്ള ഒരു പുക. അപ്പോൾ അത് വായുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രസാദം വെക്കും, അല്ലേ? നിവേദ്യമായിട്ട് എന്തെങ്കിലും പഴമോ കൽക്കണ്ടോ എന്തെങ്കിലും വെക്കും. അപ്പോൾ അത് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ ഫുഡെല്ലാം. അപ്പം
ഈ എല്ലാ പൂജാമുറി ഡിഫറെൻ്റ് ആണെങ്കിലും എല്ലാവരും അഗ്നി, വെള്ളം, ചന്ദനത്തിരിയൊക്കെ വയ്ക്കുന്നില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജലത്തെയും അഗ്നിയെയും വായുവിനെയും ഭൂമിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.